ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് അപ്പോൾ രഞ്ജുവിനെയും ആദർശിനെയാണ്. അപ്പോൾ രണ്ടുപേരും ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രഞ്ജു ഇങ്ങനെ കാണിച്ച് കഴിയുമ്പോഴത്തേനും ഇത് വേണ്ട എന്ന് പറഞ്ഞു, അടുത്തതെടുത്തു. അപ്പോൾ അടുത്ത ആൾ എടുത്തപ്പോഴത്തേനും ഇത്തിരി ഹൈറ്റുള്ള ആളാ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ആദർശ് ഇങ്ങനെ എടുത്തപ്പോഴത്തേനും പറഞ്ഞത് കേട്ട് രഞ്ജു ഒന്ന് ഞെട്ടി. ആർക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങുന്നത്? അയ്യോ, തനിക്ക് വേണ്ടിയിട്ടാണ് ഡ്രസ്സ് വാങ്ങുന്നതെന്നാണോ താൻ കരുതിയത്? സോറി രഞ്ജു, ഞാൻ പറയാൻ വിട്ടുപോയേ. ഇത് കൃഷ്ണവേണിക്ക് വേണ്ടിയിട്ടാ. കൃഷ്ണവേണിയുടെ ബർത്ത്ഡേ ആണോ എന്ന് ചോദിച്ചു. വേഗം സന്തോഷത്തിലാണ്. ബർത്ത്ഡേ ഒന്നും അല്ല, എനിക്കിന്ന് വേണിക്ക് വേണ്ടി കുറച്ച് ഡ്രസ്സ് എടുക്കണമെന്ന് തോന്നി. ചിലപ്പോൾ ഞാൻ അങ്ങനെയാ, വേണിയോട് എനിക്ക് ഭയങ്കര സ്നേഹം തോന്നും. അപ്പോൾ ഇതുപോലെ ഡ്രസ്സോ ഗിഫ്റ്റോ എന്തൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്. നല്ല ഭർത്താക്കന്മാരായ ഇങ്ങനെ തന്നെ വേണം, നല്ല കട്ട റൊമാൻറ്റിക് ആയിരിക്കണം എന്ന് പറഞ്ഞ് രഞ്ജു ആളാകെ തകിടം പറഞ്ഞു. അയ്യോ, ഇവക്കൊരു കുലുക്കുമില്ലല്ലോ. ആദർശേട്ടാ എന്ന് വിളിച്ചു. ആദർശേട്ടാ, ഞാൻ വിളിക്കുന്ന കേട്ടില്ലേ? എന്താ ഈ ആലോചിക്കുന്നത്? അല്ല, വേണിക്ക് വേണ്ടിയിട്ട് ഏത് ഡ്രസ്സ് സെലക്ട് ചെയ്യണമെന്ന് ആലോചിച്ചതാ. അതൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് തരാന്നേ. അപ്പോൾ തന്നെ രഞ്ജു ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് കിളി പോയി നിൽക്കുകയാണ് ആദർശ്. ദേ നോക്കി, ഈ മോഡല് നന്നായിരിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ ഓരോന്നോരോന്നെടുത്തു. ഇത് ഞാനായിട്ട് വേണിക്ക് വേണ്ടി സെലക്ട് ചെയ്തതാ. ബാക്കി ഡ്രസ്സുകളുടെ ക്യാഷ് ആദർശേട്ടൻ കൊടുക്കണം. ഇതിൻ്റെ ക്യാഷ് ഞാൻ പേ ചെയ്യും. കൃഷ്ണവേണിക്കുള്ള എൻ്റെ ഗിഫ്റ്റ് ആട്ടോ ഇത് എന്ന് പറഞ്ഞു. പിന്നെ ഈ ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തതാണെന്ന് ആദർശേട്ടൻ കൃഷ്ണവേണിയോട് പറയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ വേണ്ട, അതെന്താണെന്ന് വെച്ചാലേ മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ, നമ്മളെ തമ്മിലുള്ള റിലേഷൻ കൃഷ്ണവേണിക്ക് അറിയില്ലല്ലോ ആദർശേട്ടാ. ഇനിയിപ്പം ആദർശേട്ടൻ തൽക്കാലം കൃഷ്ണവേണിയോടൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചാലേ ആ കുട്ടിക്ക് ചിലപ്പോൾ അത് താങ്ങാനൊന്നും കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് ആദർശേട്ടാ, ഈ ഒരു കാര്യം ചെയ്യാം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊന്നായി ജീവിക്കേണ്ടവരാ. അപ്പോൾ കൃഷ്ണവേണി എന്ത് ചെയ്യും ആദർശേട്ടാ? ഒന്നും പറയാൻ അറിയാതെ ആദർശ് രണ്ട് കയ്യും മലർത്തി സ്റ്റക്കായിട്ട് ദാണ്ട് അവിടെ പോയിരിക്കുകയാണ്. ആൾ വെള്ളം കുടിച്ചു പോയി എന്നുള്ളതാണ് സത്യം. പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടാണ് എല്ലാ കാര്യങ്ങളും സംഭവിച്ചത്. അപ്പോൾ വേണ്ട ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ജ്യൂസ് സാർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. അപ്പോൾ വേഗം തന്നെ 2 ഗ്ലാസ്സും എടുത്ത് വേഗം തന്നെ മടക്കെന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് കുടിക്കുകയാണ്. ദാഹിച്ച് എന്താ പറയുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം 3 ഗ്ലാസ്സും ആദർശ് കുടിച്ചു. പൊക്കോ എന്നിട്ട് രഞ്ജുവിനെ നോക്കുകയാണ്. കിളി പോയത് ആദർശിൻ്റെയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ് കേട്ടോ. ചാരങ്ങാട്ട് വീട്ടിൽ നമ്മുടെ ശങ്കർ ഇങ്ങനെ നിൽക്കുകയാണ് സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ. ഫോണിലൊക്കെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ കമലയുടെ ശങ്കുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പം ശങ്കർ തിരക്കിലാണോ? എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. തിരക്കൊന്നുമില്ല കമലയെടുത്തി, ഞാൻ വെറുതെ ഫോണിൽ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലെ മെസ്സേജൊക്കെ നോക്കി നിൽക്കായിരുന്നു, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇന്ന് നീ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ശങ്കർ? അതെന്താ കമലയെടുത്തി അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ പറഞ്ഞത്? മനസ്സിലായില്ല. ഗൗരി ഉണ്ടാക്കിയ ഭക്ഷണം നീ ഇന്ന് കഴിച്ചില്ലല്ലോ. എൻ്റെ പൊന്ന് കമലയെടുത്തി, ഇതാണോ വലിയ ആനമുട്ടൻ കാര്യം? അതെന്താ ശങ്കർ, നിനക്കതത്ര നിസ്സാര കാര്യമാണോ എന്ന് ചോദിച്ചു. കമലയെടുത്തി, എന്നും ഗൗരി ഉണ്ടാക്കണ ഭക്ഷണം തന്നെയല്ലേ കഴിക്കണത്? ഇന്നൊരു ദിവസം കഴിച്ചില്ല, അതിനിപ്പോൾ എന്തുട്ടാ? അല്ലെങ്കിൽ തന്നെ എന്നും ഒരേ ടൈപ്പ് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പൊക്കെ ഉണ്ടാവില്ലേ? ആർക്കായാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഗംഗ ഉണ്ടാക്കിയ ഹൈദരാബാദി ബിരിയാണി നീ രുചിയോടെ കഴിച്ചത് അല്ലേ? കമലെടുത്തി, അതിനിപ്പോൾ എന്താ കുഴപ്പം? ഗംഗ ഉണ്ടാക്കിയ ഫുഡില്ലേ ഹൈദരാബാദി ബിരിയാണി, അത് സൂപ്പറായിരുന്നു. ശങ്കർ, ഇന്ന് ഭക്ഷണം പാചകം ചെയ്യുന്നതിനിടയിൽ ഗൗരിയുടെ കൈ പൊള്ളി, അറിയോ നിനക്ക്? അവളുടെ കൈക്ക് നല്ല നീറ്റിലും വേദനയുണ്ടായിരുന്നു. അവളുടെ അവസ്ഥ കണ്ടിട്ട് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് അവളോട് ഞാൻ പറഞ്ഞതാ. പക്ഷേ എന്നിട്ടും ഗൗരി അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. നിനക്കിഷ്ടപ്പെട്ട ആഹാരം അവൾ തന്നെ ഉണ്ടാക്കിയാലേ നീ അത് രുചിയോടെ കഴിക്കൂ എന്ന് പറഞ്ഞ് ആ പാവം പെണ്ണ് വയ്യാത്ത കയ്യും വച്ച് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണ ശങ്കർ നീ ഇന്ന് വേണ്ടാന്ന് വെച്ചത്. അറിയോ നിനക്ക്? നിന്നോട് അത്രയ്ക്ക് സ്നേഹമുള്ളത് കൊണ്ടല്ലേ നിനക്ക് വേണ്ടിയിട്ട് അവൻ അങ്ങനെ ചെയ്തത്. അടുക്കളയിൽ വെച്ചിട്ട് ഗൗരിയുടെ കൈ പൊള്ളിയ കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നോ? ഗൗരിക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നല്ലോ. അവൾ പറഞ്ഞിട്ടാണോ ശങ്കർ നീ ഇതുവരെയും അവളുടെ മനസ്സിലാക്കിയ പോലെ പ്രവർത്തിച്ചിരുന്നത്? പെട്ടെന്നെന്താ? ശങ്കർ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണ്. അതുകൊണ്ട് തന്നെ
നീ ഒരു കാര്യം മനസ്സിലാക്കണം, അവളെ വേദനിപ്പിക്കാൻ കഴിയുന്നതും നിനക്ക് മാത്രമാണ് ശങ്കർ എന്ന് പറഞ്ഞ് കമലയെടുത്തി അങ്ങ് പോയി. അപ്പോൾ ശങ്കറിന് എന്തോ ഭയങ്കര വിഷമായിപ്പോയിട്ടോ. അതെന്താ കമലയെടുത്തി അങ്ങനെ പറഞ്ഞത്? ഇപ്പോൾ ഇങ്ങനെയൊരു ടോക്ക് നടത്തേണ്ട കാര്യം എന്താ? അപ്പോൾ ഗൗരി ആകെ വിഷമിച്ച് ആളെ കൈയൊക്കെ പൊള്ളിതേണ്ട റൂമിൽ പോയിരിക്കുകയാണ്. ഈ സമയത്താണ് ശംഖു അവിടെ ചെന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഗൗരിയുടെ ഇരിപ്പ്. അപ്പോൾ വേഗം തന്നെ ശംഖു ചെന്ന് ഫുഡ് എടുത്തുകൊണ്ട് നേരെ റൂമിലേക്ക് വരികയാണ്. അപ്പോൾ ശങ്കറിനെ കണ്ടപ്പോഴത്തേനും ആൾ മുഖം തിരിച്ചൊക്കെ ഇരിക്കുകയാണ്. നേരെ ഗൗരിയുടെ അടുത്തേക്ക് വന്നു. ഈ പാത്രത്തിൽ ഫുഡുമായിട്ടാണ് ശംഖു വന്നിരിക്കുന്നത്. ഗൗരി, നിൻ്റെ കൈയൊന്ന് കാണിച്ചേ, എവിടെയോ പൊള്ളിയെന്നൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് തിരിഞ്ഞിരിക്കുക കേട്ടോ. എൻ്റെ പൊന്ന് ഗൗരി, നീ ഇങ്ങനെ ദേഷ്യം കാണിക്കരുത് കേട്ടോ. ദേ മര്യാദയ്ക്ക് ഈ ഭക്ഷണം നീ കഴിക്കട്ടോ. എനിക്ക് വേണ്ട. ദേ ഞാൻ വാരത്തന്നാ നീ കഴിക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ശംഖുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൾ. അപ്പോൾ എന്നിട്ട് മോന്തം വീർപ്പിച്ചിരിക്കുകയാണ്. അവസാനം ശംഖു വേണ്ട ഫുഡൊക്കെ എടുത്ത് വാരി കൊടുക്കുകയാണ്. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഓഹോ, അല്ല എൻ്റെ മോളെ, ആഹാരത്തിനോട് ദേഷ്യം കാണിക്കരുത് കേട്ടോ. അതെ, അതെന്നെ പഠിപ്പിച്ചതേ ഒരു ദേവതയാട്ടോ. ആരാണെന്ന് നിനക്കറിയോ എന്ന് ചോദിച്ചു. നീ അല്ലാണ്ട് ആരാ എന്ന് ചോദിച്ചു. എന്നിട്ട് നീ തന്നെ ഇതിപ്പോൾ എന്താ കാണിക്കണേ ഗൗരിയെ എന്ന് ചോദിച്ചു. അപ്പം മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ആൾ. ഇനി എന്ത് പറയാനാ? അവസാനം ശങ്കർ അത് വാരി കൊടുക്കുകയാണ്. അവൾക്ക് സന്തോഷമായി. ആൾ വാ തുറന്ന് ഭക്ഷണമൊക്കെ വാങ്ങി. എന്നിട്ട് ശംഖുവിനും വായി വെച്ച് കൊടുത്തു കേട്ടോ. രണ്ടുപേരും ഇങ്ങനെ കഴിക്കുക കേട്ടോ. അതെ, ഗംഗ ഉണ്ടാക്കിയ ഹൈദരാബാദി ബിരിയാണിക്കാണോ ഈ ആഹാരത്തിനാണോ ടേസ്റ്റ്? ഇനിയൊന്ന് ശംഖു പറഞ്ഞേ. ഈ ആഹാരത്തിന് തന്നെയാ ടേസ്റ്റ്. അതിലിപ്പോൾ എന്താ ഇപ്പോൾ ഡൗട്ട്? അപ്പം ഗൗരിക്ക് ചിരി വന്നു കേട്ടോ. ഇപ്പം നീ ഹാപ്പി ആയല്ലോ അല്ലേ? ഇനി ഇതങ്ങോട്ടേക്ക് കഴിച്ചേന്നേ എന്ന് പറഞ്ഞു. അതെ, എന്നെ കഴിപ്പിക്കണ്ട കേട്ടോ, ഞാൻ നിറച്ച് കഴിച്ചതാ. മര്യാദയ്ക്ക് നീ കഴിച്ചാൽ മതി ദാ എന്ന് പറഞ്ഞ് മാറി കൊടുക്കുകയാണ്. ഇതും കണ്ടുകൊണ്ടാണ് നമ്മുടെ ഗംഗ സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ആൾക്കത് കണ്ടപ്പോൾ തന്നെ ആഹാ കൊള്ളാം എന്നുള്ള മട്ടിലായി. അപ്പം അപ്പം ഗംഗ അകത്തേക്ക് കയറി വന്നു. ഗൗരിക്ക് ദേഷ്യം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. വരുന്നുണ്ട്. നീ എന്താടാ ഗൗരിക്ക് വാരി കൊടുക്കുക? ഞങ്ങൾ അങ്ങനെയൊക്കെ അടി എന്ന് പറഞ്ഞു. കുഞ്ഞിലെ നീ എനിക്കിങ്ങനെ വാരിത്തരുന്നത് ഓർമ്മയുണ്ടോ? ഗൗരി വേഗം ശംഖുവിനെ നോക്കുവാണ്. വീണ്ടും പണി പാളിയോ എന്നോർത്തിങ്ങനെ ശംഖു. കുഞ്ഞിലെ അങ്ങനെ നമ്മൾ എന്തൊക്കെ ചെയ്യും അതൊക്കെ ഓർക്കാൻ പറ്റുമോ? അന്നത്തെ പോലെ എനിക്കും ഒരു ഉരുള വാരി താടാ എന്ന് പറഞ്ഞു. അപ്പം ഗൗരിയെ നോക്കുകയാണ്. ഒരു നൊസ്റ്റാൾജിയ പ്ലീസ് ശംഖു എന്ന് പറഞ്ഞു. ഇൻ ബിറ്റ്വീൻ ചെകുത്താൻ ആൻഡ് കടൽ, എൻ്റെ ഈശ്വര ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ശംഖു. രണ്ടുപേരുടെയും മുഖത്ത് നോക്കുമ്പോൾ രണ്ടുപേരും മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും ശംഖു? ആകെ പെട്ടു കേട്ടോ. അങ്ങനെ വിഷമിച്ച് നോക്കുകയാണ്. ബാക്കി ഒരു വായേ ഉള്ളൂ, ബാക്കി ഒരു കുറച്ചേ ഉള്ളല്ലോ. ഇനിയിപ്പം ഞാൻ എന്തിട്ടാ ചെയ്യുക? ഗംഗയ്ക്ക് കൊടുത്താൽ ഗൗരി പിണങ്ങും, ഗൗരിക്ക് കൊടുത്താൽ ഗംഗയ്ക്ക് സങ്കടമാവും, ഗൗരിക്കോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പം പിന്നെ എന്താ ചെയ്യുക? ഒരു വഴിയുണ്ട്. ശംഖു ഒന്നും നോക്കിയില്ല. ഇത് കുഴച്ച് വാരി അങ്ങോട്ട് കയ്യിലേക്ക് എടുത്തിട്ട് സ്വന്തം വായിലേക്ക് അങ്ങ് വെച്ചു. എന്നിട്ട് ഇവർ രണ്ടുപേരും അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ സാധനം ഗംഗ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. പിന്നെ കാണുന്നത് നമ്മുടെ ശംസാറിൻ്റെ വീട്ടിലാണ്. നന്ദിനിയമ്മയും അതുപോലെ തന്നെ ആരതിയും വേണിയും ആദർശവും ഒക്കെ ഉണ്ട്. അപ്പോൾ ആദർശ് കൊണ്ടുവന്ന ഡ്രസ്സ് നോക്കുകയാണ് ഇവർ. ആദർശ് താടിക്ക് കയ്യും കൊടുത്ത് ഇരിപ്പായി. ഇനി എന്ത് ചെയ്യും? പണിപാളിയില്ലേ? ആദർശേ, വേണിമോക്ക് നന്നായിട്ട് ചേരുന്ന ഡ്രസ്സുകളാണ് നീ എല്ലാം എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആദർശേട്ടന് ഇത്രയും കോസ്റ്റ്യൂം സെൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നുടനെ ആരതി പറയാണ്. അപ്പോൾ വേണിക്ക് കലി വരുന്നുണ്ട്. നല്ല ഒന്നാന്തര സ്റ്റിച്ചിങ്ങാ, നല്ല മെറ്റീരിയലും. എന്ത് രസം! ഇത്രയും നല്ല മെറ്റീരിയലുകൾ നീ എങ്ങനെയാണ് ഒറ്റയ്ക്ക് സെലക്ട് ചെയ്തത്? എനിക്കത് വിശ്വസിക്കാനേ പറ്റണില്ല കേട്ടോ ആദർശേ. വേണിമൊക്കെ എന്താ തോന്നുന്നത്? എൻ്റെ നന്ദിനിയമ്മേ, എനിക്കിപ്പേ ആകെ മൊത്തത്തിൽ ഒരു പുകയായിട്ടാണ് തോന്നണത് എന്ന് പറഞ്ഞു. ശരിക്കും വെറും പുകയില്ലട്ടോ, കട്ട പുക. അതെന്താ വേണി നീ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇത്രയും ഡ്രസ്സ് ഒരുമിച്ച് കണ്ടപ്പോൾ എൻ്റെ കിളി പോയി. സാധാരണ ആദർശേട്ട സെലക്ട് ചെയ്യുന്ന ഒരു ഡ്രസ്സെങ്കിലും എന്താണെങ്കിലും എൻ്റെ അളവിനായിരിക്കില്ലല്ലോ. ആദർശേട്ടൻ സത്യം പറ, ഇത് മുഴുവൻ ആദർശേട്ടൻ തന്നെ സെലക്ട് ചെയ്തതാണോ? സ്വന്തമായിട്ട് തന്നെയാണോ എന്ന് ചോദിച്ചു. അതെന്താടി നിനക്ക് അങ്ങനെ സംശയം? ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്തത്. എനിക്കിതാ മനസ്സിലാവാത്തത്. വീണി, നിന്നെ മനസ്സിൽ കണ്ട ഇവൻ സെലക്ട് ചെയ്തതാ ഈ ഓരോ ഡ്രസ്സും. ആണോ ആദർശേട്ടാ എന്ന് ചോദിച്ചു വേണി. മിണ്ടുന്നില്ല. എന്നെ മനസ്സിൽ കണ്ട് ആദർശേട്ട സെലക്ട് ചെയ്തതാണോ ഇതൊക്കെ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. തപ്പേ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ദേ
ആദർശേട്ടൻ്റെ ചമ്മിയ ചിരി കണ്ടോ? ഈ ചിരിക്ക് ഒരുപാട് ഫാൻസ് ഉള്ളതാ മോളെ. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? അല്ല, അതെന്താ കാര്യം? ഓ, ഒന്നുമില്ലേ, വെറുതെ പറഞ്ഞതാ. അപ്പോൾ ദേ വേറെ ഡ്രസ്സ് നോക്കുകയാണ്. ദേ ഇതിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചുരിദാറാണ് എന്ന് പറഞ്ഞ് ഒരു ബ്ലൂ ചുരിദാർ എടുക്കുകയാണ്. സത്യത്തിൽ അപ്പോൾ ആദർശം ആലോചിക്കുകയാണ്, ആ രഞ്ജു കയ്യിലെടുത്ത് പിടിച്ചിട്ട് ബാക്കി എല്ലാത്തിൻ്റെയും പൈസ ആദർശേട്ടൻ കൊടുക്കണം, ഇതിൻ്റെ പൈസ ഞാൻ കൊടുക്കും, ഇത് ഞാൻ വേണിക്ക് വേണ്ടി സെലക്ട് ചെയ്തതാ എന്ന് പറഞ്ഞ് രഞ്ജു എടുത്ത് ആ ഡ്രസ്സാണ് നന്ദിനി അമ്മ എടുത്ത് പിടിച്ചിരിക്കണത്. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് വെച്ച് നോക്കുക, നല്ല ഭംഗിയുണ്ട് കേട്ടോ വേണിമോളെ എന്ന് പറഞ്ഞു. അപ്പം കിളി പോയി ഇരിക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ ശരിക്കും ഇതിലെല്ലാത്തിലും സൂപ്പർ അതാണ് ആരതിയും പറഞ്ഞു. അപ്പം ഇവരെല്ലാവരും ഇങ്ങനെ ആലോചിച്ചിരിക്കുക കേട്ടോ. എൻ്റെ പൊന്നോ, ഇനി എന്ത് ചെയ്യും? വേണി ഇങ്ങനെ നോക്കുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ വേണി കട്ടക്കലിപ്പിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യണം. പിന്നെ കാണുന്നത് ധ്രുവനെയും അതുപോലെ തന്നെ ഷാനിനെയും കിരണിനെയാണ്. അതെ, ഞാൻ ഒരു കാര്യം പറയാനാ, ശിവാനിയെ പറ്റി ഇന്ന് ഞങ്ങൾ ആദർശനെയും കൂട്ടിക്കൊണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിരുന്നോ, ഞങ്ങൾ അവിടെ വെച്ച് കണ്ടിരുന്നോ. കിരണേ, അവരുടെ ഫോട്ടോസ് മച്ചാനൊന്ന് കാണിച്ചു വിടറാ എന്ന് പറഞ്ഞു. അവരുടെ ഫോട്ടോസ് ഇവരെടുത്തിരുന്നു. ധ്രുവ, ഇത് നീ കണ്ടോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. അവർ രണ്ടുപേരും വന്നതും ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്നതും എല്ലാം. അപ്പോൾ എന്നാൽ ഹാപ്പി ആയിട്ടാട്ടോ നിൽക്കണത്. മച്ചാൻ ശിവാനിയുടെ ഫേസ് ഒന്ന് നോക്കിക്കേ, ആൾ ഭയങ്കര സന്തോഷത്തിലാട്ടോ. ആദർശിൻ്റെ കൂടെ അവൾ കംഫർട്ടബിൾ ആണെന്നാണ് തോന്നുന്നത്. അത്രയ്ക്ക് സന്തോഷത്തിലാണ് ആളുടെ നിപ്പ്. ധ്രുവ, നീ ഇത്രയും വേഗം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്നേക്കുമായിട്ട് ശിവാനിയെ നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് വരും. അപ്പോൾ ധ്രുവൻ ഇങ്ങനെ നിൽക്കുകയാണ്. മച്ചാനെ, നീ എന്താ ആലോചിക്കണത്? ശിവാനിയെ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാനായിട്ട് അങ്ങനെ അവളെ എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോകാൻ തുടങ്ങിയതോടെ എനിക്കെല്ലാം നഷ്ടപ്പെട്ടത് ആ സമയം മുതലാണ്. പഴയതെന്ന് പറയാനായിട്ട് നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ എനിക്കുള്ളൂ. അതിന് കാരണം ശിവാനി പോയതിനു ശേഷമാണ്. പക്ഷേ പുനർജന്മം എടുത്തു വന്നെന്ന ആ ധ്രുവന് നഷ്ടങ്ങളുടെ കണക്ക് പറയാൻ ഒട്ടും താല്പര്യമില്ല. ലാഭത്തിൻ്റെ കണക്ക് അതുമാത്രം മതി, വിജയത്തിൻ്റെ കണക്ക് മാത്രമേ ഇനി പറയുള്ളൂ. എടാ മച്ചാനെ, നിൻ്റെ ഈ 2ാം ജന്മത്തിലും ശിവാനിയെ നിനക്ക് നഷ്ടപ്പെടരുതെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദർശ് എത്രയും വേഗം തന്നെ അവസാനിക്കണം. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ശരിയാ, നീ നേരത്തെ പറഞ്ഞില്ലേ ആദർശിനെ കൂടെ എൻ്റെ ശിവാനി ഹാപ്പിയാണെന്ന്. അത് എങ്കിൽ നീ അതൊന്ന് കേട്ടോ. അവൾ ഹാപ്പി അല്ല, ഒരിക്കലും ഹാപ്പി അല്ല. അവൾ അങ്ങനെ ആക്ട് ചെയ്യുന്നതാ. മച്ചൻ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കത്ര ക്ലിക്കായില്ല. ശിവാനിയുടെ സ്വഭാവം മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനീ പറയണത്. അവളിപ്പോൾ സന്തോഷം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയോ, അവൾക്ക് എന്നെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവളുടെ കാഴ്ചപ്പാടിൽ ഞാൻ മരിച്ചു കഴിഞ്ഞിരിക്കുകയാണല്ലോ. അതേസമയം എന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ അവളെ എന്താണെങ്കിലും വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ടാവും. ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവൾ കണ്ടെത്തുന്ന ആശ്വാസം മാത്രമാണ് ആദർശ്. എങ്കിലോ എന്താ, അങ്ങനെ സംഭവിച്ചുകൂടെ? മച്ചാനെ, ദേ ഒരു കാര്യം പറയട്ടെ, മച്ചാൻ പറഞ്ഞതുപോലെ ആ ഒരു മൈൻഡിലാണ് ശിവാനി ഉള്ളതെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി എന്ന് ചോദിച്ചു ഇവർ. ധ്രുവ, നീ എന്താ ഉദ്ദേശിച്ചത്? പറയാം. ആദ്യം തന്നെ ശിവാനിയുടെ മനസ്സിലെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം ഷാനെ, ശിവാനി താമസിക്കുന്നത് എവിടെയാണെന്ന് നീ ആദ്യം കണ്ടെത്തണം. അതിനുശേഷം ശിവാനിയെ നേരിട്ട് കാണാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. ഞാൻ ജീവനോടെ ഉണ്ട് എന്ന് അവൾ അറിയിക്കുക വേണം. എൻ്റെ ശിവാനി അത് മനസ്സിലാക്കുക തന്നെ ചെയ്യണം. അത് തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് ധ്രുവൻ പറഞ്ഞിങ്ങനെ കാത്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ വേണിനെയും ആദർശിനെയും കാണുന്നത്. എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങളെ ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടത് എന്ന് ചോദിച്ചു. നിന്നെപ്പറ്റി പുകഴ്ത്തി പറയാനായിട്ട്, പിന്നെ രഞ്ജുവിൻ്റെ മനസ്സ് തകർക്കാനായിട്ട്. അതായിരുന്നല്ലോ നമ്മുടെ പ്ലാൻ. എന്നിട്ട് നിങ്ങളിപ്പോൾ എന്തൊട്ടാ കാണിച്ചു വച്ചിരിക്കണത്? എൻ്റെ പൊന്നു വേണി, നീ എന്നോട് പറഞ്ഞതെന്താ? നിനക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണമെന്ന് പറയുമ്പോൾ അവൾ ഞെട്ടും എന്നല്ലേ? എന്തേ? എന്നിട്ട് അവൾ ഞെട്ടിയില്ലേ? അവൾക്ക് ഒരു ഞെട്ടിലുണ്ടായിരുന്നില്ല. നിനക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് കേട്ടിട്ടാ അവൾക്ക് ഒരു കുലുക്കുണ്ടായിരുന്നില്ല, സന്തോഷമായിരുന്നു. പിന്നെ അതുമാത്രമല്ല, അവൾ എന്നോട് ചോദിക്കുക, നാളും ഞാനും അവളും ഒന്നാകുമ്പോൾ നീ എന്ത് ചെയ്യുമെന്ന് അവൾ ചോദിച്ചു. സത്യം, അതോടെ ഞാൻ വേണി ആകെ തളർന്നു പോയി. അവൾ അത്രയ്ക്കായോ? ഇതുകൊണ്ടൊന്നും ഈ വേണി തോക്കാൻ പോണില്ല മോളെ. നിനക്ക് ഞാൻ 8ൻ്റെ പണി തരും, നീ നോക്കിക്കോ. അയ്യോ,
അപ്പോൾ വേഗം ബോർഡ് എടുത്തു നീക്കി വെക്കുകയാണ് ആദർശ. ഹൈ, നിങ്ങൾ എന്തൊട്ടാ മനുഷ്യ ഈ ബാഹുബലി വെച്ച് ബോർഡ് പൊക്കിക്കൊണ്ട് വരണത്? അല്ല, നിൻ്റെ മനസ്സിലിപ്പോൾ എന്തോ പ്ലാൻ ഉണ്ടല്ലോ, അത് നമുക്ക് എഴുതണ്ടേ? ഇനിയൊരു പ്ലാനും ഇല്ല, ഒരു തേങ്ങയില്ല, ഇനിയെല്ലാം നേർക്ക് നേരെയാ എന്ന് പറഞ്ഞു. ആദർശ് ഞെട്ടി. രഞ്ജുവിനോട് നേരിട്ടൊരു ഫൈറ്റാണോ നീ ഉദ്ദേശിച്ചത്? അതെ, അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇനി ഈ കൃഷ്ണവേണിയും ശിവരഞ്ജിനിയും നേർക്ക് നേരെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. പിന്നെ നാളെ ഒരു ദിവസം, ആ ഒരു ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ കേട്ടോ. ആരതിയെ കാണാനായിട്ടേ ചെക്കൻ വന്നിട്ട് പോട്ടെ. അതിനുശേഷം നാളെ ഒരു ദിവസത്തേക്ക് മോളെ ശിവരഞ്ജിനിയെ നിനക്ക് ഞാൻ അവധി തരും കേട്ടോ. അത് കഴിഞ്ഞാലേ നിനക്ക് ഞാൻ നേരിട്ട് പണി തരും, ഒടുക്കത്തെ പണി. എന്നിട്ട് ഈ വേണി അടങ്ങൂട്ടോ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് നിൽക്കുകയാണ്. ഈ സമയം ആദർശ് പോയി ബോർഡിൽ രഞ്ജു കൃഷ്ണവേണി ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വയ്ക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.